ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫ്രോസൺ ഡെസേർട്ടാണ് 2400 വർഷങ്ങൾക്ക് മുൻപ് പേർഷ്യയിൽ ജനിച്ച ഫലൂഡ എന്ന് വിളിക്കുന്ന ഫലൂഡ. പേർഷ്യയിലെ ചൂടിൽ ഭക്ഷണം കേടാകാതിരിക്കാനായി ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം 2400 വർഷങ്ങൾക്ക് മുൻപേ കണ്ടുപിടിച്ചിരുന്നു. അതാണ് ഐസ് പിറ്റ് എന്ന അർത്ഥം വരുന്ന യാക്ചൽ. മുട്ടയുടെ വെള്ളയും മണലും ചാരവും ഒക്കെ ചേർത്ത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയ ഒരു ഡോം ഷേപ്പിലുള്ള സ്ട്രക്ചറാണ് യാക്ചൽ. തണുപ്പ് കാലത്ത് ശേഖരിക്കുന്ന ഐസ് ഇതിൽ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യും. ചൂടുകാലത്ത് ഈ ഐസിൽ ഫ്രൂട്ട്സും ചേർത്ത് ഡിസേർട്ട് ആക്കി എടുക്കും. ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനും ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ ഡിസേർട്ടിൽ നിലനിർത്താനുമായി ആരോ റൂട്ടും കോൺസ്റ്റാർച്ചും ചേർത്ത് വേവിച്ച് അരിച്ചെടുക്കുന്ന സേവും കൂടി ചേർത്ത് വിളമ്പാൻ തുടങ്ങി. റിഫൈൻഡ് ആയത് അഥവാ അരിച്ചെടുക്കുന്ന ഡിസേർട്ട് എന്ന അർത്ഥത്തിലാണ് ഫലൂഡ എന്ന പേര് ഇതിന് കിട്ടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ കാലത്താണ് ഇന്ത്യയിലേക്ക് പേർഷ്യൻ വ്യാപാരികൾ വഴി ഈ ഡിസേർട്ട് എത്തുന്നത്. ജഹാംഗീറും അക്ബറും എല്ലാം പല പരീക്ഷണങ്ങളും ഫലൂഡയിൽ നടത്തിയിരുന്നെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന പാലും സബ്ജ സീഡ്സും റോസ് മിക്സും ഒക്കെയുള്ള ലെയറിംഗ് ഫലൂഡയിൽ വരുന്നത് ഷാജഹാന്റെ പീരീഡിലാണ്. ഫലൂഡ തണുപ്പിച്ചു കഴിക്കുന്നതിനായി ഹിമാലയത്തിൽ നിന്ന് ഐസ് ബ്ലോക്സ് ജൂട്ടിൽ പൊതിഞ്ഞ് ഡൽഹിയിൽ എത്തിച്ചിരുന്നതായും ഭൂമിക്കടിയിൽ ബറഫ്ഖാനകൾ ഉണ്ടാക്കി ഐസ് പ്രിസർവ് ചെയ്തിരുന്നതായും ചരിത്രത്തിൽ പറയുന്നുണ്ട്. പേർഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ പോലെ സിൽക്ക് റൂട്ട് വഴി ചൈനയിലേക്കും ഫലൂഡ എത്തി. അവിടെ ഫലൂഡ അറിയപ്പെടുന്നത് തേങ്ങാപ്പാലും ഫ്രൂട്ട്സും ചേർത്തുണ്ടാക്കുന്ന പാലൂഡ എന്ന പേരിലാണ്. ഇന്ത്യൻ മൈഗ്രൻസ് വഴി മലേഷ്യയിൽ ബാൻതുങ് എന്ന പേരിലും മൗറീഷ്യസിൽ ആലൂഡ എന്നും മ്യാൻമാറിൽ ഫലൂഡയായും ഈ ഡെസേർട്ട് പോപ്പുലറാണ്. അപ്പോൾ ഇതുപോലുള്ള ഡിഷസിനും അതിൻ്റെ പിന്നിലുള്ള സ്റ്റോറീസിനും പ്ലീസ് ടു ഫോളോ വിറ്റിൽ ടേൽസ്.